നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ ഒരു സ്പെഷ്യലായിട്ടുള്ള രണ്ട് സാരീസ് കാണിക്കും. നമ്മൾ നേരത്തെ സ്ഥിരം കാണിച്ചുകൊണ്ടിരുന്നതാണ് വിസ്കോസ് ബനാറസി. വിസ്കോസ് ബനാറസി സാരി നിങ്ങൾക്കറിയാം, ഇത് ഇറങ്ങിയ സമയത്തൊക്കെ 2900 ഒക്കെ ആയിരുന്നു ഏറ്റവും കുറഞ്ഞ റേറ്റ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ റേറ്റ് തന്നിട്ടുണ്ട്. കാരണം അതിപ്പോൾ ഒരു എന്താ പറയുന്നത്, മാർക്കറ്റിലല്ലാതെ ഒത്തിരി ഇതായി പോപ്പുലറായി. അപ്പം എന്നാലും അതിൻ്റെ ഡിമാൻഡിന് ഒട്ടും കുറവില്ല. കാരണം അത്ര സൗന്ദര്യമാണ് അത് എടുത്തു കഴിഞ്ഞാൽ കാണാൻ. നമ്മളെ ആണെങ്കിലും അതെ, സാരി ആണെങ്കിലും അതെ, മൊത്തത്തിലതെ. പക്ഷെ റേറ്റും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. പിന്നെ ഒരു സാരി കാണിക്കുന്നത് കാന്ത ടസറിൽ കാന്ത വർക്ക് ചെയ്ത സാരി. സാരിയുടെ എണ്ണം കുറവാണ്, എന്നാലും 4-5 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടാണ്. എണ്ണം കുറവ് മീൻസ് വെറൈറ്റീസ് കുറവായിട്ടാണ് ഞാൻ കാണിക്കുന്നത്, ഒത്തിരി കാണിക്കുന്നില്ല. ബ്ലാക്കിൽ ഡാർക്ക് മെറൂണിഷ് റെഡ് അല്ലെങ്കിൽ ചില്ലി റെഡ്, എന്നിട്ട് നീംസറി ബോർഡറാണ്, മൊത്തം വീവിങ് ആണ്. നീംസറി ബോർഡർ കയ്യേലും ബ്ലൗസിൻ്റെ കയ്യേലും എല്ലാം വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത്ര അത് കണ്ടിട്ടുള്ളവർക്കും ഉപയോഗിക്കുന്നവർക്കും അറിയാം. ബ്ലാക്ക് ലവേഴ്സ് ഒത്തിരി പേരുണ്ട്. അതുകൂടാതെ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഓർണമെൻറ്റ്സ് ആദ്യമായിട്ട് ഞാൻ ആകെ വളരെ 1-2 പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം കാണിച്ച ബാംഗിൾസ് ഭയങ്കര സ്വീകാര്യതയായിരുന്നു, തീർന്നുപോയി. ഇനി ഒന്നുപോലും സ്റ്റോക്കില്ല, ഫുള്ള് തീർന്നുപോയി. അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. റീസ്റ്റോക്ക് അല്ല, പുതിയ സ്റ്റോക്ക്, റീസ്റ്റോക്കും ഉണ്ട്, പുതിയത് കളക്ഷൻസും വന്നിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതെല്ലാം സെറ്റാക്കി വരുന്നുള്ളൂ. എപ്പോഴും എനിക്കറിയാം, രാവിലെ തൊട്ട് ബ്ലൗസിൻ്റെ കാര്യം അടുത്ത് പറയാൻ വന്നത്. അത് നിങ്ങൾക്ക് ഈ ഓർണമെന്റ്സിന്റെ എൻക്വയറി, ആ ബാംഗിൾസ്, എനിക്കത് ഭയങ്കര സന്തോഷമായി. എനിക്കിഷ്ടപ്പെട്ട ഈ സാധനം ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ കയ്യിൽ എത്രയോ കാലമായിട്ട് ഇട്ടേക്കുന്ന ഇത്. എൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും ഒരുപോലെ ആകുമ്പോഴാണ് എൻ്റെ ബിസിനസ് എനിക്ക് സക്സസ് ആകുന്നത്. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ, ഞാൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ചോദിച്ചിട്ട് ഒത്തിരി പേർക്ക് കിട്ടാത്തതുകൊണ്ട് ഇപ്പം രാവിലെ തൊട്ട് ഇങ്ങനെ രാത്രിയിലെല്ലാം മെസ്സേജസ് വന്ന് കിടക്കുമെന്ന് പറയുന്നുണ്ട്. ബ്ലൗസ് പിന്നീടാണ് കാണിക്കുന്നതെന്ന് പറയും. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ റീസ്റ്റോക്ക് വീഡിയോ, റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ റീസ്റ്റോക്ക് വീഡിയോ സൺഡേ രാവിലെ 10 മണിക്ക്. അപ്പം നാളെ വൈകുന്നേരം ഏതാ കാണേണ്ടത്? ഓർണമെന്റ്സ് കാണണേ. നമുക്കിപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഇത് കാണാം. അടിപൊളി സാരീസ്, ബനാറസി, വിസ്കോസ് ബനാറസിയാണ്. വെറും ബനാറസി അല്ല, വിസ്കോസ് ബനാറസി. നല്ല നീംസറി ബോർഡർ. നിങ്ങൾക്ക് എവിടെ കിട്ടും ഈ റേറ്റിന്? ഇത് നല്ല സാരിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല സാരിയാണ്. എത്രയും നമ്മൾ 1000-ങ്ങളും 10,000-ങ്ങളും എന്നാ പറയുന്ന ലക്ഷങ്ങളും ഒന്നും കൊടുക്കണ്ട. വെറും 1790 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഈ റേറ്റിന്. അത്രയ്ക്ക് നല്ല സാരിയാണല്ലോ അത്. ബ്ലൗസ് വരുമ്പം ഇത് ബ്ലൗസ് എന്നാന്നറിയാം തപ്പുന്നത്. ഇതാണ് ബോർഡർ. ബ്ലൗസിൻ്റെ കൈയുടെ അറ്റത്ത് ഈ ഒരു കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് വന്നിട്ട് ഈ കോൺട്രാസ്റ്റ് നീംസറി ബോർഡർ കയ്യേലും കൂടെ വന്നു കഴിയുമ്പം ഒത്തിരി ഭംഗിയാണ്. ഒത്തിരി ഭംഗിയാണ്. എനിക്ക് ഇത് കാണാനായിട്ട് ഞാൻ കുഴപ്പമുണ്ടോ, ഭയങ്കര വെച്ചത്തിലാണ് ഷോപ്പിൽ വെച്ചേക്കുന്നതാണ്. അതിനകത്ത് ക്ലിയർ ആയിട്ട് വരത്തില്ല, കട്ട് ചെയ്യേണ്ടി വരും അല്ലേ? സാരിയുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഇവിടെ ഷോപ്പിൽ പാട്ട് കേൾക്കുന്നതേ ഈ യൂട്യൂബിലിടുമ്പോൾ എന്നാ അതിന് പറയുന്നത്, കോപ്പിറൈറ്റ്. അത് കേൾക്കാവുന്ന ഇവിടെ കേൾക്കുന്നെന്ന് പറയുന്നു. ഒളി കുറയ്ക്കാൻ പറയണോ? കണ്ടോ, നല്ല മസ്റ്റാർഡ് യെല്ലോയിൽ ഈ ഒരു ചില്ലി റെഡ് ബോർഡർ. താഴത്തെ ബോർഡർ ഇച്ചിരി വീതിയുണ്ട്. എന്നിട്ട് ബോഡിയിൽ കൂടെ സിൽവർ 6 പ്രിന്റ്. അതാണ് എല്ലാത്തേനും. മുന്താണി കണ്ടോ, സൂപ്പർ അല്ലേ? നല്ല രസമല്ലേ? നമ്മൾ സാരി എങ്ങനെ ഉടുക്കുന്നില്ല. നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് ചുരിദാർ സെറ്റും കാണുമ്പോഴാണ് എന്നൊക്കെയുള്ള സൗണ്ടുകളൊക്കെ ഹായ് സൂപ്പർ ഇങ്ങനെ തന്നെ. പക്ഷെ സാരി കണ്ടാലും അല്ലേ ഉടുക്കുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടോ, നല്ല രസം. അടുത്ത ഓരോ കളറും ഒന്നിനൊന്ന് നല്ലതാട്ടോ. ഇതുണ്ട പർപ്പിളിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ബോർഡറാണ്. അതോ അതിൻ്റെ മുന്താണി എന്നാ രസമോ, എനിക്കതാണ്
ഭയങ്കര ഇഷ്ടപ്പെട്ട മുന്താണി. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് അറ്റത്ത് ഈ ബോർഡർ തന്നെ കേട്ടോ. പർപ്പിൾ കളർ എടുക്കുമ്പോൾ തോന്നും അതാ നല്ലതെന്ന്. എന്താ മുന്താണി കൂടെ കാണിച്ചു. എല്ലാം സിൽവർ ആണ്. ഈ 6 ആഗ് പോയിരിക്കുന്നത് സിൽവർ ആണല്ലേ? സിൽവർ ആണോ ബ്ലാക്ക്? ഇതാണ് മെഹന്തി കളർ പോലത്തെയാണോ? സിൽവർ. പീക്കോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ. ഇതിന്റെ തന്നെ ചുരിദാർ സെറ്റ് ഇറങ്ങുന്നുണ്ട്. സാരി ആയിട്ട് എടുക്കുന്നവർ സാരി എടുത്തിട്ട് പിന്നെ അത് ചുരിദാർ സെറ്റ് ആക്കുവാണെങ്കിൽ നല്ലതാണ്. ചുരിദാർ സെറ്റ് ബനാറസിക്ക് ഭയങ്കര ഡിമാൻഡ് നമ്മുടെ ഷോപ്പിലുണ്ട്. മിക്കപ്പോഴും ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാർ ഒത്തിരിയാണ് ബനാറസിൻ്റെ ചുരിദാർ സെറ്റ്. നല്ല ഭംഗിയാണ് കേട്ടോ. സാരി എടുക്കുന്നില്ലാത്തവർക്ക് ചുരിദാർ സെറ്റായിട്ട് ഇടാനും നല്ലതാണ്. ഇതാണ് ബോർഡർ, നല്ല ഭംഗിയാണ്. ഇനി ഡാർക്ക് മെറൂൺ. ഏത് കളർ ചൂസ് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടായിരിക്കുമല്ലോ. മജോറിറ്റി ആൾക്കാരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ചിലർ ഫങ്ഷന് ബ്ലാക്ക് ഇടാൻ ഇഷ്ടം. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും അങ്ങനെ എല്ലാത്തിനും ഇടുമല്ലോ. ബ്ലൗസ് സെപ്പറേറ്റ് ആണോ? അല്ല, എന്താ നല്ല ഭംഗിയല്ലേ? കുറച്ചും കൂടെ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കേണ്ടതായിരുന്നു. ബ്ലൗസിന് നല്ല വശമാണ് ഇത്. നല്ല വശം. ബാക്കി ഇവിടുത്തെ വരുന്ന കളർ ഏതാണോ അതാണ് ബ്ലൗസിൽ വരുന്നത്. അത്രയേ ഉള്ളൂ ബനാറസി സാരിയുടെ. ഇത് നല്ല ബഡ്ജറ്റ് റേറ്റ് ആണ്. നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചോളൂ. ഇത് നമ്മുടെ ടസറിൽ, സെമി ടസറിൽ കാന്താവർക്ക് വരുന്നത്. കാന്താവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡ് വർക്കാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു ദിവസമൊക്കെ എടുക്കും ഫുള്ള് ഇത്രയും ചെയ്യണമെങ്കിൽ. ഇത് സെമി ടസർ പല മെറ്റീരിയലിൽ വരും. സെമി സിൽക്കിൽ വരും, പിന്നെ കോട്ടണിൽ വരും. ഇതിപ്പോൾ വന്നിരിക്കുന്നത് സെമി ടസറിലാണ്. അതുകൊണ്ട് ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാനൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ കളറില്ലേ, ഈ ചാമ്പയ്ക്ക പീച്ചില്ലേ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് ഇത്. ഒരു റെഡിഷ് പീച്ച്, റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, പീച്ചിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് കളറാണ്. ഇതുണ്ട്. ഇത് വരും ബോഡി. നല്ല ടസറായതുകൊണ്ടുണ്ടല്ലോ നല്ല പിടിച്ചു വെച്ചാൽ നല്ല ഭംഗിയായിട്ട് സാരി ഇങ്ങനെ ഞൊറിഞ്ഞ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. എല്ലാ രസം നമ്മൾ കോട്ടൺ സാരി എടുക്കുന്ന പോലെ തന്നെ വരും. ഇതാണ് അതിൻ്റെ ഡിസൈൻസ്. എന്താ കാന്താവർക്കാണ് ഫുള്ള്. ഇത് ഈ പറഞ്ഞ പോലെ നല്ലൊരു വെറൈറ്റി സാരി അല്ലേ? എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഡിമാൻഡ് പോകത്തില്ല. ഭയങ്കര ഒരു വെറൈറ്റി. അതും ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റുകയും ചെയ്യും. ചെറിയ പിള്ളേർക്ക്, ആദ്യമായിട്ടൊക്കെ സാരി ഉടുക്കാൻ തുടങ്ങുന്നവർക്കോ പ്രായമായാലും നേരത്തെ സാരി ഉടുക്കുന്നവർക്കോ ഒക്കെ നല്ലതാണ്. നല്ലൊരു സ്റ്റാൻഡേർഡാണ്. പാരറ്റ് ഗ്രീൻ. ഇവിടുത്തെ വരുമ്പം ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ മുന്താണിയെ നിറച്ചും ചെയ്തിരിക്കുക കാന്താവർക്ക്. ഇത് ഹാൻഡ് വർക്കാണെന്നാണ് പറയപ്പെടുന്നത്. കാണുമ്പോൾ അറിയാം ഇങ്ങനെ 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 നൂല് കോർത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ റേറ്റ് വളരെ കുറവല്ലേ? ഇത് ഒരു സാരിയെ തന്നെ ഇത്രയും ചെയ്യാന്ന് പറയുമ്പോഴേ. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് ആണ്. വൈറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? വൈറ്റ് പോലത്തെ കളർ അല്ലേ? ഇതിൻ്റെ ബ്ലൗസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ കളർ തന്നെയാണ് ബ്ലൗസ്. എല്ലാത്തിനും പ്ലെയിൻ വരും. എന്നിട്ട് കൈയുടെ ബോർഡർ വെക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ തിരിച്ചാണോ? ഇതാണോ നല്ല വശം? ഇനി ഇതിൻ്റെ ഉണ്ടല്ലോ അകത്തോട്ടുള്ള ഭാഗത്ത് ഇങ്ങനെയാണേ പകുതി വെച്ചാൽ വരുന്നത് കേട്ടോ. ഇങ്ങനെ കേട്ടോ, അകത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ വരുന്നത്. അതറിയാലോ, സാരി എടുക്കുന്നവർക്ക് അറിയാലോ. ഇങ്ങനെ ഇരിക്കും. ആ ടസറിൻ്റെ ഉണ്ടല്ലോ, പ്യുവർ ടസറയിൽ ചെയ്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒറ്റ കളറും കൂടെ ഉണ്ട്, റോയൽ ബ്ലൂ. നല്ല കളറെടുപ്പുള്ള ഫങ്ഷനൊക്കെ ഇതിട്ട് എന്നെ രസമായിരിക്കും എന്നറിയാമോ?
അപ്പം മാർച്ച് ആദ്യം ആകുമ്പോഴത്തേനും നോയമ്പ് തുടങ്ങും എല്ലാവർക്കും അല്ലേ. അപ്പോൾ നോയമ്പ് കഴിയുമ്പോൾ, അപ്പോൾ നോയമ്പ് നോക്കി നിൽക്കുമ്പോൾ 30 ദിവസം അങ്ങ് പോകും. അത് 30-50 ദിവസമൊക്കെ അങ്ങ് പോകും. അത് കഴിയുമ്പോഴത്തേനും പിന്നെ കല്യാണങ്ങളും ഫെസ്റ്റിവൽസും ഒക്കെ ഇപ്പോഴേ എടുത്തു വെക്കും എല്ലാവരും. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഈ തലേ ദിവസം മാനൂന് ഇപ്പോൾ പെരുന്നാളാണെങ്കിലും വരുമ്പോൾ അതിൻ്റെ തലയാഴ്ച, ഇപ്പം അങ്ങനെയല്ല, സമയമെടുത്ത് നോക്കി തയ്പ്പിച്ച് അങ്ങനെയൊക്കെയാണ് എല്ലാവരും. അതുകൊണ്ട് ഇപ്പോഴേ വരാൻ തുടങ്ങി കളക്ഷൻസ് ഒക്കെ. നിങ്ങൾ സമയമാവട്ടെ നോർത്തിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാകുമ്പോഴത്തേനും കളക്ഷൻസ് എല്ലാം തീർന്നു പോകും. ഞാൻ ചുമ്മാ പറയുന്നല്ല കേട്ടോ, ഞാൻ ശരിക്കുള്ള ഇതൊക്കെ കുറച്ച് കാലമായില്ലേ പരിപാടി തുടങ്ങിയിട്ട്, അതുകൊണ്ട് പഠിച്ചിട്ട് പറയുന്നത്. കണ്ടോ ഇതിൻ്റെ എന്ത് രസമെന്ന് നോക്കിയാൽ മുന്താണിയിലെ ആ ഒരു സംഭവം സമ്മതിക്കണം ഇത് ചെയ്യുന്നവരെ. ഇതൊക്കെ അല്ലേ എന്നെ മെനക്കേടല്ലേ. എനിക്കാണെങ്കിൽ ഇതിഷ്ടമില്ലെന്നല്ല ഇങ്ങനെ ചെയ്യാനേ, ഇങ്ങനെ മെനക്കെട്ടിരുന്ന്. ചിലർക്ക് പക്ഷെ അത് ഭയങ്കര ഇഷ്ടം, ഈ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവരില്ലേ, കാണാൻ ഭയങ്കര ഇഷ്ടമാണേ, മെനക്കെടാൻ കഴിയത്തില്ല. അതായിരിക്കാം, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടമില്ലത്. ഇനി ഒരു സംഭവം കൂടെ ഉണ്ട്, 1 മിനിറ്റ് ഒന്ന് കിട്ടിയത്. എന്നാന്നറിയാമോ, ഗീവവേയുടെ വിന്നറെ അനൗൺസ് ചെയ്യാനായിട്ട് കുറേ ദിവസമായി, ഇതുവരെ നടന്നില്ല. ഇന്നത് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം കണ്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിങ്ങനെ വാക്ക് തെറ്റിക്കുന്നത് ഇഷ്ടമില്ല, പക്ഷെ മറവി സംഭവിച്ചിട്ടാണ് കേട്ടോ, ഓർക്കാഞ്ഞിട്ടല്ല, മനഃപൂർവ്വമല്ല. അപ്പം ആദ്യത്തെ എടുക്കുവാണേ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ. ഇത് 2 മായ ജെയിംസ്, ഇത് കമൻറ്റിൻ്റെ ആണേ. അപ്പം മായ ജെയിംസ് ഏത് കമൻ്റ് ആണെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. ഈ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ടല്ലോ, ആ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഏത് കമൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിവ്, ഞങ്ങളുടെ കമൻറ്റ് പറയാനുള്ളത്. പിന്നെ ബാക്കി ഇത്തലിപ്പ് _238 അങ്ങനെയൊക്കെ പല സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഇതിനകത്ത് അത് എഴുതിയിട്ടില്ല, പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതും പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിപ്പോൾ മുഴുവൻ പറയുന്നില്ല, പേരിൻ്റെ പകുതി. നിങ്ങളുടെ ബാലൻസും പറയണം, കമൻറ്റ് ചെയ്താലും പറഞ്ഞാൽ മതി. അഡ്രസ്സ് പിന്നെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഇവിടുന്ന് ചോദിച്ചോളൂ, അപ്പോൾ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൗരി കൃഷ്ണ, കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളിവിടെ സ്ക്രീൻഷോട്ട് അയച്ചതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരുമല്ലോ, അത് നമ്മളെടുത്ത് സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്നെടുത്ത് അയച്ചു തന്നാൽ മതി. അപ്പം അതാണ് ഗൗരി കൃഷ്ണ എന്നുള്ളത്. നമ്മൾ ഉറപ്പിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് 2 പേർക്കും 1000 രൂപയുടെ വീതം സാരി അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, നാളെ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ വൈകുന്നേരം 7 മണിക്ക്, ബ്ലൗസിൻ്റെ വീഡിയോ സൺഡേ രാവിലെ 10 മണിക്ക്. ഇപ്പോൾ 2 കാണാൻ മറക്കരുത് കേട്ടോ. ഓർണമെൻറ്റ്സ് മാല വന്നിട്ടുണ്ട്, വള വന്നിട്ടുണ്ട്, എന്തുവാ ഇതിനൊക്കെ പറയുന്നത്, കമ്മല്, ഇയറിങ് വന്നിട്ടുണ്ട്. അപ്പോൾ കാണാം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യം വള എന്താണേലും നാളത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കാമെന്നാണ് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഗീവ് അവേ വെക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ പറയുന്നില്ലാത്തത് കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നതെന്ന് പലരും എന്നോട് പറയുന്നുണ്ട്. ഞാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഈ സബ്സ്ക്രൈബ് എന്ന കാര്യം പോലും ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കൊരു വിചാരമുണ്ട്, ഇതൊന്നും പറയാതെ സ്വന്തമായിട്ട് സബ്സ്ക്രിപ്ഷൻ കയറുന്നതാണ് കറക്റ്റായിട്ടുള്ള ഇത് എന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ട് കേട്ടോ. അഹങ്കാരമാണോ എന്നറിയില്ല. എന്നോടും തമ്മിലും ദൈവത്തിൻ്റെ ഇത് കൊണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. എല്ലാം നല്ലതായിട്ട് നടക്കുന്നുണ്ട്. പിന്നില്ലേ, ഞാനൊരു പ്രാർത്ഥനാ സഹായം എന്ന് പറഞ്ഞ പോലൊരു കാര്യം ചോദിക്കാം. എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റാഫുണ്ട് ഇവിടെ, അഞ്ജുവിന് ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കും. അപ്പം ഒത്തിരി പേർക്ക് അഞ്ജുവിനെ അറിയാം, ഒത്തിരി പേർക്ക് കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനും അറിയാം, അല്ലാതെ ഓൺലൈനുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ അറിയാം. ഓൺലൈനിൽ നിങ്ങൾ പലപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന അഞ്ജുവാണ്. അഞ്ജുവിന് എത്രയും പെട്ടെന്ന് സുഖമാകാം, നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ ദൈവമേ എന്നൊന്ന് പറഞ്ഞാൽ മതി, വേഗമാകും. ഈ പറയുന്ന എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ അവർക്ക് എന്തും വലിക്കാതെ തലവേദന എനിക്ക് പുതിയ കാര്യമല്ലോ.
കുറേ ദിവസങ്ങളായിട്ട് പർച്ചേസിങ് തന്നെയായിരുന്നു കേട്ടോ, യാത്ര തന്നെയായിരുന്നു. പർച്ചേസിങ് ഒക്കെ നടത്തി വന്നതേ ഉള്ളൂ. ഒത്തിരി സാധനങ്ങൾ പുതിയത് വന്നിട്ടുണ്ട്. എന്നാ പറയുന്നത്, അതൊക്കെ വഴിയേ നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.